മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ്. ദുരന്തം നടന്ന് 7 മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നു എന്നാണ് അവരുടെ പരാതി. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാരിന് കൈമാറിക്കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നാണ് വിമർശനം. നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണം എന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല എന്നും ജനകീയ സമിതി ആരോപിക്കുന്നുണ്ട്. അതേസമയം ചൂരൽമല സ്കൂൾ റോഡ് പടവട്ടിക്കുന്ന് പ്രദേശത്തെ 38 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറെ അവർ നേരിൽ കണ്ടു. ആദ്യമായാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ജനകീയ സമിതി സർക്കാരിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിഷേധത്തിന് ആധാരം. ദുരന്തം നടന്ന് 7 മാസം നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ ഗുണഭോക്തൃ പട്ടിക മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. ജോൺ മത്തായി സമിതി നിർദ്ദേശിച്ച വാസയോഗ്യമായ പ്രദേശത്ത് ഉള്ളവരുടെയും വഴി അടഞ്ഞ മേഖലയിൽ ഉള്ളവരുടെയും പട്ടിക ഇനി പുറത്തു വരാനുണ്ട്. നടപടികൾ വൈകുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് ഗുണഭോക്തൃ ലിസ്റ്റ് സർക്കാരിനെ സമർപ്പിച്ചതാണെന്ന് ചെയർമാൻ മനോജ് JMJ 24-നോട് പറഞ്ഞു. ഇത് പരിശോധിച്ച ശേഷം അംഗീകരിച്ചാൽ മാത്രം മതിയാകും എന്നിരിക്കെ പട്ടിക വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനകീയ സമിതിയുടെ ചോദ്യം. കുറേ ആളുകൾക്ക് ആശങ്കയുണ്ട്. ആർക്കൊക്കെ വീട് കിട്ടും, എനിക്ക് വീട് കിട്ടുമോ എന്നുള്ള ആശങ്ക മുഴുവൻ ആളുകൾക്കും ഉണ്ട്. ആ പ്രദേശത്തെ ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ആ ആശങ്ക മാറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യവും, അതോടൊപ്പം തന്നെ 5 സെന്റ് ഭൂമി എന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമി 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള ഇത് സർക്കാർ വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളത് അംഗീകരിച്ചിട്ടില്ല. നമുക്ക് 10 സെന്റും 1000 സ്ക്വയർ ഫീറ്റ് വീടും നിർബന്ധമായിട്ട് വേണമെന്നുള്ള ആവശ്യം ഞങ്ങൾ സർക്കാർ മുമ്പിൽ വെച്ചിരുന്നു. 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യം സർക്കാർ കണക്കിലെടുത്തില്ല എന്നും പരാതിയുണ്ട്. ഇരു എസ്റ്റേറ്റുകളും ഒന്നിച്ച് ഏറ്റെടുത്ത് പുനരധിവാസം വേഗത്തിൽ ആക്കണമെന്നാണ് ഉയരുന്ന മറ്റൊരാവശ്യം. 2 ഘട്ടമായി ഏറ്റെടുക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ജനകീയ സമിതി വ്യക്തമാക്കുന്നു. അതേസമയം ചൂരൽമല സ്കൂൾ റോഡിലൂടെ കടന്നുപോകുന്ന പടവട്ടിക്കുന്ന് എന്ന പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവിടെ 38 കുടുംബങ്ങളുണ്ട്. ഇവിടേക്ക് റോഡ് നിർമ്മിച്ച് ഈ കുടുംബങ്ങളെ ഇവിടെ തുടരാൻ അനുവദിക്കുന്ന നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ആരോപണം. അപകട ഭീഷണിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്നും പുനരധിവാസ പദ്ധതിയിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ കുടുംബങ്ങൾ കളക്ടറെ നേരിൽ കണ്ടു. ഞങ്ങൾക്ക് ഈ ലോകത്ത് ഞങ്ങൾ എല്ലാ ഉറ്റവരും ഉടവരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. അവരൊക്കെ പോയി ഞങ്ങൾ വിഷമത്തിലിരിക്കുകയാണ്. ഇനിയും സർക്കാർ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെ ഒരു കൊലക്കാണ് ഇനിയും കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് റോഡ് വെട്ടണ്ട, ഞങ്ങൾക്ക് റോഡ് വേണ്ട, കറണ്ടും വേണ്ട, രണ്ടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളാരും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വീട്ടുകാർക്ക് ദയവ് ചെയ്ത് പറയാനും, ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് ചെറിയൊരു കൂരയിൽ പേടിക്കാതെ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് കിടന്നുറങ്ങണമെന്ന് മാത്രം ഞങ്ങളോട് താഴ്മയോട് നിങ്ങളോട് പറയുന്നത് എന്താ പറയുക. ഞങ്ങൾക്കൊരു വീട്, ഞങ്ങളൊരാഴ്ച മുഴുവനും ഞങ്ങളൊക്കെ അധ്വാനിച്ച് ഞങ്ങളുണ്ടാക്കിയ വീട് ഞങ്ങളെ നല്ല വീടാണ്. ഞങ്ങളെ ഓരോരുത്തരുടെ വീട് നിങ്ങളവിടെ പോയി കണ്ടതാണ്. ഞങ്ങളുടെ വീട് കണ്ടത്. ഞങ്ങൾക്ക് അങ്ങനത്തെ വീടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ വീടിനെ പോലത്തെ വീടും നിങ്ങളോട് ചോദിക്കുന്നില്ല. പേടിക്കാതെ ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങണം. ഞങ്ങളെ മക്കളെ കൂട്ടിപ്പിടിച്ചിട്ട് അതിന് എവിടെയെങ്കിലും സർക്കാർ ഒന്ന് കഞ്ഞേ പറ്റുള്ളൂ. വരുന്ന തിങ്കളാഴ്ചയാണ് കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ സമിതിയുടെ ഉപവാസം. ഈ സമരത്തിൽ പടവെട്ടിക്കുന്ന പ്രദേശവാസികളും പങ്കാളികളാകും. ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. പുനരധിവാസത്തിലെ കല്ലുകടി സർക്കാരിനും തലവേദനയായേക്കും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം, അത് വളരെ വേഗത്തിൽ തന്നെ പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനുള്ള നടപടികൾ വേഗത്തിൽ നീങ്ങും എന്ന് കരുതാം. സമരക്കാർ തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ഒരു സൂചനാ സമരം എന്നുള്ള നിലയിൽ ഉപവാസത്തിന് ഒരുങ്ങുകയാണ് ജനകീയ സമിതി. പടവെട്ടിക്കുന്ന് പ്രദേശവാസികളും ആ ഉപവാസത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ നോക്കാം. സർക്കാർ ഇപ്പോൾ ഒരു ചെറിയ ന്യൂസ് കേട്ട അവിടെ ഉള്ളവർ അവിടെ തന്നെ പോയി താമസിക്കണം, റോഡ് വെട്ടിത്തരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 38 കുടുംബമുണ്ട്. അവർക്ക് ആർക്കും അവിടെ പോയി മക്കളെയും കൊണ്ട് താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കളക്ടറെ വന്ന് കണ്ടു. 38 കുടുംബം വന്ന് കളക്ടറെ കണ്ടു, കളക്ടറായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു കളക്ടറെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തുതരാം, സർക്കാരിലോട്ട് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമതൊരു പര്യടനം നമുക്ക് തയ്യാറല്ല. 2 പ്രാവശ്യം നമ്മൾ നേരിട്ട ആൾക്കാരാണ്. കുട്ടികളെയും മക്കളൊക്കെ ആയിട്ട് ഇറങ്ങി ഓടിയിട്ട് നമ്മളെ വീടിൻ്റെ പുഴ ഒഴുകുന്ന പോലെ വെള്ളം വന്നത് ആ ഫസ്റ്റത്ത്. അതിൻ്റെ ശേഷം ഇത് പറഞ്ഞ 2ാമത്തെ നേര് എൻ്റെ അനിയനെ കൈപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറല്ല അങ്ങോട്ട് പോകാൻ. ഇനി നമുക്ക് വേണ്ടി ഇവർ 60 കോടിയൊക്കെ അവിടെ റോഡിന് വേണ്ടിയിട്ടും പാലത്തിന് വേണ്ടിയിട്ടും മുടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മുടക്കണ്ട. ഞങ്ങൾ അതിന് പോകാൻ തയ്യാറല്ല, ആരും പോകില്ല.
ഞങ്ങൾ തീർത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് വേണ്ട. കാരണം ഞങ്ങളവിടെ താമസിക്കില്ല. ഒന്നാമത് പൊട്ടുമ്പോൾ ലൈവായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ട്. 17 പേരാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയത്. മൂത്താപ്പൻ്റെ ഫാമിലി മൊത്തം പോയി, വീടടക്കം പോയി. അപ്പോൾ ഇനി ഞങ്ങൾ അവരെ മയ്യത്തിൻ്റെ മേലെ ചവിട്ടിയിട്ട് വേണം ഞങ്ങളെ വീട്ടിൽ പോകാൻ. ഞങ്ങളെ മക്കളും ഞങ്ങോട്ട് വരുമോ? അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് അവിടെ നിങ്ങൾ പണിയണ്ട.